ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അതിലെ ആദ്യത്തെ ക്ലാസ്സസ് കാണാത്തവർ അത് കണ്ടിട്ട് നെക്സ്റ്റ് ക്ലാസ്സസ് ഫോളോ ചെയ്യുക. എന്നാലേ എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പേജ് നമ്പർ 9 ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വായിച്ചു തരാം. ഫൈൻഡ് വെദർ 1156 and 2800 are perfect square using prime factorization. 1156ഉം 2800ഉം പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ഈ രണ്ട് നമ്പേഴ്സും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണോ എന്നാണ് ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ആൻസർ വൈറ്റ് ബോർഡിലോട്ട് ചെയ്ത് തരാം. ഓക്കെ, ഞാൻ ഇവിടെ രണ്ട് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ നമ്പേഴ്സായിട്ട് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്പർ 1156. അതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 1156നെ ആദ്യം നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 ഇപ്പോൾ 11 എടുക്കുമ്പോൾ 11നകത്ത് 2 5 ടൈംസ്. അപ്പോൾ 2 × 5 10 ആണ്. 10ൽ 1 ബാലൻസ് ഇപ്പുറത്ത് കൊടുക്കുക. അപ്പോൾ എന്താവും? 5 15 ആവും. 15നകത്ത് 2 എത്ര ടൈംസ് ഉണ്ട്? 7 ടൈംസ്. 7 × 2 14. 14ൽ അപ്പോൾ 15 14 പോയുമ്പോൾ 1 ബാലൻസ് 6ന് കൊടുക്കും. അപ്പോൾ 6 16 ആവും. 16നകത്ത് എത്ര ടൈംസ് ഉണ്ട്? 8 ടൈംസ് ഉണ്ട്. എഗെയിൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദെൻ 5നകത്ത് 2 ടൈംസ് 4. 1 ബാലൻസ് ഇപ്പുറത്ത് വരുമ്പോൾ 17 ആവും. 17നകത്ത് 8 ടൈംസ്. 8 × 2 16. 16ന് 1 ഇപ്പുറത്ത് കൊടുക്കുമ്പോൾ 18 ആവും. 18നകത്ത് 2 9 ടൈംസ്. ഓക്കെ അല്ലേ? ദെൻ ഈ 289നകത്ത് ഏത് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും? ഇവിടെ നമ്മൾ ഡിവിസിബിലിറ്റി റൂൾ ചെക്ക് ചെയ്യണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടെ 1ൻ്റെ പ്ലേസിൽ 9 ആണ്. ദെൻ 3 കിട്ടണമെങ്കിൽ ഈ നമ്പേഴ്സ് ഇതിലെ ഡിജിറ്റ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3യുടെ മൾട്ടിപ്ലൈ ആയിരിക്കണം കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ 2 + 8 + 9 19 കിട്ടുന്നത്. അപ്പോൾ അത് 3യുടെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ദെൻ 4ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ ആണെങ്കിൽ ലാസ്റ്റ് 2 ഡിജിറ്റ്, അതായത് 89നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ അതും പറ്റില്ല. ദെൻ 5ൻ്റെ ഡിവിസിബിലിറ്റി ആണെങ്കിൽ 1ൻ്റെ പ്ലേസിൽ 0 or 5 ആയിരിക്കും. അപ്പോൾ 5ഉം പറ്റില്ല. അപ്പോൾ അടുത്ത് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 17 കൊണ്ടാണ്. അത് കൂട്ടുകാർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ 17 കൊണ്ടാണ് നമുക്ക് 289നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. 289നകത്ത് 17 ടൈംസ് ഉണ്ട്. 17 × 17 ആണ് 289 എന്ന് പറയുന്നത്. വീണ്ടും 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 1 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ നമ്പേഴ്സ് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 2 × 17 × 17. ഇനി നമുക്ക് ഇതിൽ നിന്ന് പെയർ ചെയ്യണം. ആദ്യം ഈ 2ഉം ഈ 17ഉം ഒരു പെയറാക്കാം. 2 × 17. ദെൻ ഈ 2ഉം ഈ 17ഉം ഒരു പെയറാക്കാം. 2 × 17. ഇനി ഈ രണ്ട് പെയറിനകത്ത് നിന്നും ഒരു പെയർ എടുക്കുക. 2 × 17 = 34 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ എങ്ങനെ ചെയ്യാം? ഈ രണ്ട് 2 × 2, ഈ രണ്ടിൽ നിന്നും ഒരു നമ്പർ എടുക്കാം, 2. ദെൻ 17 × 17, ഈ 17 നിന്നും ഒരു 17 എടുക്കാം. അപ്പോൾ 2 × 17 34. അങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 34 എന്ന് കിട്ടും. അപ്പോൾ രണ്ട് മെത്തേഡിലും നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 1156 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാം അല്ലേ? ഏതിൻ്റെ സ്ക്വയർ ആണ്? 34ൻ്റെ സ്ക്വയർ ആണ് 1150 സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് 34 സ്ക്വയർ ആണ് 1156. ഓക്കെ അല്ലേ? ദെൻ അതുപോലെ 2800 ചെയ്ത് നോക്കാം. 2800നെ ഞാൻ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുവാണ്. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1, 8നകത്ത് 4 ടൈംസ് 0. ദെൻ 7 കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 14നകത്ത് 7 ടൈംസ് 0 0. എഗെയിൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ 7നകത്ത് 2 ടൈംസ്. എഗെയിൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ 7നകത്ത് 3 ടൈംസ്. 2 × 3 6. 1 ബാലൻസ് പോകുമ്പോൾ ഇവിടെ 10 ആവും. 10നകത്ത് 5 ടൈംസ്. ദെൻ 0 അതുപോലെ എഴുതി. എഗെയിൻ 2 കൊണ്ട് ചെയ്യുമ്പോൾ 3കകത്ത് 1 ടൈം. 1 ബാലൻസ് പോകുമ്പോൾ ഇവിടെ 15 ആവും. 15നകത്ത് 2 7 ടൈംസ്. അപ്പോൾ 40. 40ന്ന് 1 ബാലൻസ് ഇവിടെ പോകുമ്പോൾ ഇവിടെ 10 ആവും. അപ്പോൾ 10നകത്ത് 2 എത്ര ടൈംസ് ഉണ്ട്? 5 ടൈംസ്. അപ്പോൾ 175 എന്ന് വന്നു. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണല്ലോ. അപ്പോൾ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 17നകത്ത് എത്ര ടൈംസ് 5 ഉണ്ട്? 3 × 5 15. അപ്പോൾ 15 2 ബാലൻസ് പോകുമ്പോൾ ഇവിടെ 25 ആവും അല്ലേ?
25-നകത്ത് 5 എത്ര ടൈംസ് ഉണ്ട്? 5 ടൈംസ്. ദെൻ 35 ആണല്ലോ. 35 ഇവിടെ 7 ടൈംസ്. ഓക്കെ അല്ലേ? ദെൻ 7 എഴുതി. ഇവിടെ 1 റിമൈൻഡർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കിട്ടിയ ആൻസേഴ്സ് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 2 ഇൻറ്റു എത്ര 2 ഉണ്ട്? 4 2 ഇൻറ്റു 5 ഇൻറ്റു 7. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ പെയർ ചെയ്ത് നോക്കുകയാണ്. ഇവിടെ ഈ 2 2ഉം ഒരു പെയറാണ്, ഇത് രണ്ടും ഒരു പെയറാണ്. ദെൻ ഇവിടെ 2 5 ഉണ്ട്, പെയർ ആക്കാം നമുക്ക്. ബട്ട് ഇവിടെ 7 പെയർ ഉണ്ടോ? ഇല്ല, ഇവിടെ ഒരു 7 ഉള്ളൂ. 7 പെയർ ആക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, ഒരു നമ്പറിൻ്റെയും സ്ക്വയർ അല്ല. 2800. അപ്പോൾ എന്ത് പറയാം? 2800 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പോൾ കൂട്ടുകാർക്ക് ഈ ക്ലാസ് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത പേജിലെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.